അമൃതേ, ഇത് ചതിയാ, കൊടും ചതി. ഇത് ഞാൻ വെച്ച് പൊറപ്പിക്കില്ല. വാടാ, നമുക്ക് പോവാം. ഞാൻ കുറച്ച് കഴിഞ്ഞ് വരുന്നുള്ളൂ. ബാക്കി കാര്യങ്ങളോട് തീരുമാനിക്കണമല്ലോ, അതൊരൊന്ന് ക്ഷമിക്കേ. വേണ്ട, ഞാൻ ഇറങ്ങുക. ഞാൻ എങ്ങനെയെങ്കിലും പൊയ്ക്കോളാം. ഇനി ഈ കള്ളക്കൂട്ടങ്ങളുടെ ഇടയിൽ നിൽക്കാൻ ഞാനില്ല. മാമിയെ പിണക്കി വിടല്ലേ മാമ. പുകഞ്ഞ കൊള്ളി പുറത്ത് പോട്ടെ. നിങ്ങൾ എല്ലാരും എന്താ ഇങ്ങനെ? മാമി, മാമി ഞാനൊന്ന് പറഞ്ഞോട്ടെ. നീ ഇനി ഒന്നും പറയണ്ട. നീ ഉദ്ദേശിച്ചെടുത്ത് തന്നെ കാര്യങ്ങൾ എത്തിയല്ലോ. 10 പൈസ ചെലവാക്കാതെ അനിയത്തിയെ കെട്ടിക്കാനുള്ള നിന്റെ പ്ലാൻ ജയിച്ചല്ലോ. പക്ഷെ അമൃതേ, ഇതുകൊണ്ടൊന്നും അംബിക തോറ്റെന്ന് നീ കരുതണ്ട. ഈ ധർമ്മ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഇനി എന്നെ പറ്റിച്ച് ഈ കല്യാണം നടത്തിയാലും അവള് കേറി വരാൻ പോകുന്നതേ എന്റെ വീട്ടിലേക്കാ. മനസ്സമാധാനം കൊടുക്കില്ല ഞാൻ. ചേച്ചിയുടെ കണ്ണിലുണ്ണിയായി രാജകുമാരിയെ പോലെ വാണതല്ലേ. ഇനി അങ്ങോട്ട് അവൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കരഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങും. ഇറക്കിയിരിക്കും ഞാൻ. ആഹാ, അഭിമന്യു മുഴുവൻ സമയവും ഇവിടെ തന്നെ ഉണ്ടല്ലോ. സാധാരണ കല്യാണം കഴിഞ്ഞാ ഭാര്യ വീട്ടിൽ അട്ടിപ്പേറ് കിടക്കുന്നെ. നീ അത് നേരത്തെ തുടങ്ങിയോ? ഇടച്ചക്ക, നിനക്ക് നാണമില്ലല്ലോ. നിനക്കവളെ കല്യാണം കഴിക്കാനും വയ്യ, അവളുടെ അടുത്തുനിന്ന് മാറാനും വയ്യ. ആണുങ്ങളുടെ വില കളയാനായിട്ട് ഇങ്ങനെ നടക്കുക. അതെ, ഇതേ ഭാഷയിൽ മറുപടി പറയാൻ എനിക്കറിയാം. പക്ഷെ നിങ്ങളുടെ പ്രായത്തിന് ബഹുമാനിക്കണമല്ലോ. പിന്നെ ഈ ആണുങ്ങളുടെ വിലയുടെ കാര്യം പറഞ്ഞത് അവിടെ ഉണ്ടല്ലോ, മൂത്ത മകൻ സുമേഷ്. ആദ്യം അവന് ഉപദേശിച്ച് നന്നാക്ക്. എന്തായി കല്യാണ കാര്യം? വേണ്ടെന്ന് വെച്ചോ അതോ തീയതിയൊക്കെ നിശ്ചയിച്ചോ? ദാ നിൽക്കുന്നു തമ്പുരാട്ടി, അവളോട് ചോദിക്കും. അവൾ ഒരുത്തിയ എല്ലാത്തിനും കാരണം. നോക്കിക്കോ, വെറുതെ വിടില്ല ഞാൻ. പിന്നെ മോനെ അഭിമന്യു, ആകാശിന് പറ്റിയതുപോലെ നിനക്ക് പറ്റരുതേ. എന്തെങ്കിലും തരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചോണം. കാര്യത്തോടെ അടുക്കുമ്പോഴേ ഇവളുമാരൊക്കെ കൈമലർത്തുന്ന ഏനാ. അമൃതയുടെ മാമിയായിരിക്കും ആ ബഹുമാനം. പക്ഷേ എൻ്റെ അടുത്തുനിന്ന് കിട്ടണമെന്ന് നിർബന്ധം പിടിക്കരുത്. എന്നോട് വൃത്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമിച്ചു നിന്ന് കേൾക്കാനൊന്നും എനിക്ക് പറ്റില്ല. ഞാനൊരു സാധാരണക്കാരനാണേ. വെറുതെ എൻ്റെ വായിരിക്കുന്ന കേൾക്കാൻ നിൽക്കണ്ട. എന്താ അകത്തേക്ക് വരാതിരുന്നേ? കണ്ടില്ലേ, പുറത്ത് നിന്നിട്ട് തന്നെ അവര് പരിഹസിച്ചിട്ടാ പോയത്. അപ്പൊ അകത്തേക്ക് വന്നിരുന്നെങ്കിലോ? എന്താ പറഞ്ഞ? താനത് വിട്. അവര് നാക്കിനെല്ലില്ലാത്തൊരു സ്ത്രീയാ. അല്ല, ഇവിടെന്തായി? ഒരു തരി സ്വർണം പോലും ഇല്ലാതെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്ന് ആകാശ് പറഞ്ഞു. അതിന്റെ ദേഷ്യത്തിലാ മാമി ഇറങ്ങിപ്പോയത്. അഖിലേ? അവളും സമ്മതിച്ചു. അപ്പൊ തടസ്സങ്ങളൊക്കെ മാറിയില്ലേ? പിന്നെന്തോറ്റി തന്റെ മുഖം ഇപ്പോഴും വല്ലാതിരിക്കുന്നത്? അംബിക മാമിക്ക് നല്ല ദേഷ്യമുണ്ട്. അഖില കല്യാണം കഴിഞ്ഞ അവിടെ ചെല്ലുമ്പോ അതിന്റെ വാശി അവളോട് കാണിക്കുമെന്ന എന്റെ പേടി. അതപ്പോഴല്ലേ? അപ്പൊ നോക്കാം നമുക്ക്. ഇനിയെങ്കിലും അകത്തേക്ക് വാ, എല്ലാരും ഉണ്ടല്ലോ. പിന്നെ ഇത്ര നേരം പുറത്തു നിൽക്കായിരുന്നു ഞാൻ അറിഞ്ഞില്ല. ഇല്ലെങ്കിൽ ഞാൻ വന്ന് വിളിച്ചേനെ. കല്യാണ കാര്യം ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് എനിക്കെന്താ ഇവിടെ കാര്യം? വീട്ടുകാർ സംസാരിക്കേണ്ട അടുത്ത് വീട്ടുകാർ തന്നെ സംസാരിക്കണം. സംസാരമൊക്കെ കഴിഞ്ഞല്ലോ, ഇനി എന്താ പ്രശ്നം? വാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.